മഴതോരും മുമ്പയുടെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബാലചന്ദ്രൻ ഇങ്ങനെ ആലോചിക്കുന്നു കാറിലിരുന്നിട്ട്. ആ മുത്തശ്ശൻ, അതായത് മനുവിൻ്റെ മുത്തശ്ശൻ അവിടെ പോയി കഴിഞ്ഞിട്ട് കഴക്കൂട്ടം പോയി കഴിഞ്ഞിട്ട് കൊണ്ടുവന്നത് ഹോം നേഴ്സിനെ എന്തായാലും വെറുതെ അല്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നത്. അതിങ്ങനെ ഭയങ്കര ദേഷ്യത്തിലേക്കാണ് ആലോചിക്കുന്നത്. അതിനുശേഷം വൈജയന്തിയുടെ പൂർവ്വകാല ചരിത്രം അന്വേഷിച്ച് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നതിനെ കാണിക്കുന്നത്. അലീനാണെങ്കിൽ 2 ദിവസത്തിനകം പിരിഞ്ഞു പോകാം എന്നാണ് തീരുമാനിക്കുന്നത്. പിന്നീട് വീടാണ് കാണിക്കുന്നത്. വീട്ടിൽ ഭയങ്കര കോലാഹലങ്ങളൊക്കെ. ഇനി ബാലചന്ദ്രൻ വല്ലാത്ത ടെൻഷനിലും ഭയങ്കര മാനസികമായിട്ടും തകർന്ന അയാൾ ഒരു ഭ്രാന്തൻ്റെ അവസ്ഥയിനി. അലീനാണെങ്കിൽ മനുവിനെ വിളിച്ചിട്ട് നാളത്തെ കഴിഞ്ഞ് മറ്റന്നാൾ പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല, എന്നോട് പോകണമെന്ന് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു എന്ന് പറയുന്നുണ്ട്. പിന്നീട് എന്തറിഞ്ഞിട്ടെന്നറിയില്ല, മുത്തശ്ശി നെഞ്ചത്ത് കൈവച്ച് കരയുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട്. വൈജയന്തി ആകെ ഞെട്ടി നിൽക്കുന്നതും മുകളിൽ ഒരു വെടി പൊട്ടിക്കുന്നൊരു സൗണ്ടും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ആ വീട്ടിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നീട് അലീനയുടെ നേരെ തോക്ക് ചൂണ്ടി ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ അറിയാണ്ട് പോയില്ലേ നിൻ്റെ അച്ഛൻ ആരാണെന്ന്? അതറിയണ്ടേ നിനക്ക് സത്യങ്ങളൊക്കെ അറിയണ്ടേ എന്ന് ചോദിക്കുന്നത് കാണിക്കുന്നത്. പിന്നെ വീണ്ടും ഒരു വെടി, ആംബുലൻസിൻ്റെ സൗണ്ട്, ആംബുലൻസ് വരുന്നതും ആരെയെന്ന് അറിയില്ല, വ്യക്തമായിട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് വീണ്ടും ഒരു ആംബുലൻസ് വരുന്നുണ്ട്. പിന്നീട് സ്ട്രെച്ചറിൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്നൊരു ഭാഗമാണ്. ബാലചന്ദ്രൻ അലീനനെ വെടിവെക്കുന്നതായിട്ടാണ് അതിൽ കാണിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.